രവി ഓടി വന്നു. അമ്മയുടെ കരച്ചിൽ കേട്ടപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയോ എന്നാണ് രവി കരുതിയത്. അവൻ വന്നു നോക്കിയപ്പോൾ സ്റ്റെയർ കേസിന് താഴെ രക്തത്തിൽ കുളിച്ചു വയറും പൊത്തിപ്പിടിച്ച് ചുരുണ്ടുകൂടി കിടന്നു കരയുന്ന ഗീതയാണ് കണ്ടത്. പത്മാവതി അവളെ താങ്ങി ഉയർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. രവി ഒരു നിമിഷം പകച്ചു നിന്നു. അയ്യോ എൻ്റെ കുഞ്ഞ്. രവി 2-3 സ്റ്റെപ്പുകൾ ഒന്നിച്ചെടുത്ത് ചാടി ഇറങ്ങി എങ്ങനെയൊക്കെയോ താഴെ വന്നു. ഗീതയെ വാരിയെടുത്തു കാറിന് നേർക്കോടി. ഗീതയെ പിൻസീറ്റിൽ കിടത്തി അമ്മയെയും കയറ്റി രവി കാർ പറപ്പിച്ചു ഗീതയെ കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക്. ഭാഗ്യത്തിന് ഡോക്ടർക്ക് തിരക്കില്ലാത്ത സമയമായിരുന്നു അത്. അവർ വേഗം ഗീതയെ പരിശോധിച്ചു. എന്ത് പറ്റിയതായി ഇവർക്ക്? ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ, ഡോക്ടർ ചോദിച്ചു. പിന്നെ നിരാശയോടെ തലയാട്ടി. ഗീതയ്ക്ക് അപ്പോഴേക്കും ഓവർ ബ്ലീഡിങ് കാരണം ബോധം നഷ്ടപ്പെട്ടിരുന്നു. അവളെ അപ്പോൾ തന്നെ ICUവിലേക്ക് മാറ്റി. ബ്ലഡും കയറ്റി. ഗീത ഒന്ന് ഓക്കെ ആയപ്പോൾ ഡോക്ടർ പുറത്തു വന്നു. എന്ത് പറ്റിയത് അവർക്ക് ഇത്ര പെട്ടെന്ന്? സ്റ്റെപ്പിൽ നിന്ന് വീണതാ ഡോക്ടർ, പത്മാവതി പറഞ്ഞു. ഈ സമയത്ത് സ്റ്റെപ്പ് കയറാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? ഡോക്ടർ ദേഷ്യത്തോടെ ചോദിച്ചു. രവി ഒന്നും മിണ്ടിയില്ല. പത്മാവതി രവിയെ ഒന്ന് ദേഷ്യത്തോടെ നോക്കി. ഡോക്ടറെ, ഗീതയ്ക്കും കുഞ്ഞിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ? പത്മാവതി തൻ്റെ സമാധാനത്തിന് വേണ്ടി ചോദിച്ചു. കുഞ്ഞു പോയി. പിന്നെ ഗീതയ്ക്ക് ബ്ലീഡിങ് നിന്നിട്ടുണ്ട്. ബോധം വന്നിട്ടില്ല. ഒന്നുകൂടി ചെക്കപ്പ് ചെയ്യണം. എന്നാലേ കൂടുതൽ വിവരങ്ങൾ പറയാൻ കഴിയൂ. തുടർന്ന് സ്കാനിങ് എടുത്തു. യൂട്രസ് വീക്കാണ്. 4-5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗീതയ്ക്ക് ബോധം വന്നു. കുഞ്ഞു പോയെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ പൊട്ടിക്കരഞ്ഞു. ഡോക്ടർ അവളെ സമാധാനിപ്പിച്ചു. അവൾ ആ കുഞ്ഞിനെ അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. കുഞ്ഞിന് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരുന്നു. തന്നെ മോഹിപ്പിച്ചിട്ട് കുഞ്ഞിനെ ദൈവം തന്നെ തിരിച്ചെടുത്തു. അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. രവി കുറ്റബോധത്തോടെ തല താഴ്ത്തി നിന്നു. തൻ്റെ കുഞ്ഞിനെ താൻ തന്നെ കൊന്നു. രവിക്ക് അത് ആലോചിക്കാൻ തന്നെ വയ്യ. 10 വർഷത്തിന് ശേഷം ഒരു കുഞ്ഞിനെ കിട്ടിയപ്പോൾ താനും സന്തോഷിച്ചിരുന്നു. ആ സന്തോഷം താൻ തന്നെ ഇല്ലാതാക്കി. രവി ഗീതയെ കാണാൻ ശ്രമിച്ചെങ്കിലും നേഴ്സ് ICUവിലേക്ക് കടത്തിവിട്ടില്ല. പിറ്റേന്ന് ഗീതയെ റൂമിലേക്ക് മാറ്റി. ഗീത രവിയുടെ ഭാഗത്തേക്ക് നോക്കിയതേയില്ല. രവി അവളോട് സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഗീത ഉറക്കം നടിച്ചു കിടന്നു. അവളെ ശല്യം ചെയ്യണ്ട. പത്മാവതി രവിയെ പുറത്താക്കി ഡോർ അടച്ചു ലോക്ക് ചെയ്തു. അവർക്കും രവിയോട് ദേഷ്യമായിരുന്നു. 10 വർഷത്തിനു ശേഷം ഒരു പേരക്കുട്ടിയെ കിട്ടുമല്ലോ എന്ന് താനും സന്തോഷിച്ചിരുന്നു. രവിക്ക് ബില്ലിൻ്റെ കാര്യത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ബില്ല് ഒരുപാടായി. ഇനി ബില്ല് അടയ്ക്കാൻ കുറച്ച് കാശിൻ്റെ കുറവുണ്ട്. തൻ്റെ ഫ്രണ്ട്സിനോട് ഒക്കെ ചോദിച്ചു നോക്കി. ആരും രവിയെ സഹായിച്ചില്ല. എല്ലാവരും പോലീസ് കേസ് അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേന്ന് ഓഫീസിലെത്തിയ രവി 10 ലക്ഷം രൂപ തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി. ആദ്യത്തെ പോലെ കള്ളക്കണക്കും എഴുതി വച്ചു. പിറ്റേന്ന് തന്നെ ഗീതയെ ഡിസ്ചാർജ് ചെയ്തു. അവൾ ആകെ ഡൗൺ ആയിരുന്നു. ആരോടും സംസാരമില്ല. അവളുടെ മുഖത്ത് എപ്പോഴും ദുഃഖം തളം കെട്ടിക്കിടന്നു. വീട്ടിലെത്തിയ ഗീത താഴെയുള്ള ഒരു റൂമിലേക്ക് കയറി വാതിലടച്ചു. പത്മാവതി കുറേ തട്ടി വിളിച്ചെങ്കിലും അവൾ ഡോർ തുറന്നില്ല. പത്മാവതി പേടിയോടെ രവിയെ വിളിച്ചു. രവി കതക് ചവിട്ടി തുറന്നു. ഗീത കട്ടിലിൽ ചെരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. രവി ആശ്വാസത്തോടെ പിന്തിരിഞ്ഞു. പത്മാവതി ആശ്വസിപ്പിച്ചുകൊണ്ട് അവളുടെ അടുത്തിരുന്നു. പാറു ഓഫീസിൽ നിന്ന് കൊണ്ടുവന്ന കോംപ്ലിക്കേറ്റഡ് ഫയൽ എല്ലാം മൂർത്തിയുടെ സഹായത്തോടെ ക്ലിയർ ചെയ്തു. അവൾ എല്ലാം പെട്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. മൂർത്തിക്ക് അവളുടെ കഴിവിൽ അഭിമാനം തോന്നി. നീ മലപ്പുറം ബ്രാഞ്ചിലേക്ക് എന്നാ പോകുന്നത്? മൂർത്തി ചോദിച്ചു. നാളെ പോകാം അച്ഛാ, വൈകിക്കേണ്ടല്ലോ, അവൾ പറഞ്ഞു. ശ്രദ്ധിക്കണം. അവിടെയാണ് രവി മാനേജർ ആയിട്ടുള്ളത്, അയാൾ ആലോചനയോടെ പറഞ്ഞു. ഓക്കെ അച്ഛാ, അച്ഛ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അവിടേക്ക് എൻ്റെ കൂടെ ആദിയേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പാറു മൂർത്തിയോട് ചേർന്നിരുന്നു അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. യമുന അവർക്കുള്ള ഹോർലിക്സുമായി വരുന്നുണ്ടായിരുന്നു. ഇനി ഇത് കുടിക്കി, എന്നിട്ട് ബാക്കി ഫയൽ നോക്കാം, യമുന പറഞ്ഞു. എൻ്റെ അമ്മേ, എനിക്ക് വേണ്ട. ഞാൻ കുറച്ച് മുമ്പേ അല്ലേ ഫുഡ് കഴിച്ചത്. ഇപ്പോൾ തന്നെ ഞാൻ തടിച്ചുരുണ്ടു. ഒരാഴ്ച എന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ തീറ്റിച്ചിട്ട്. അവൾ പരിഭവത്തോടെ യമുനയെ നോക്കി. ഇത് കുടിക്കി. മൂർത്തി ആ കപ്പ് വാങ്ങി പാറുവിൻ്റെ ചുണ്ടോടടുപ്പിച്ചു. അവൾ എതിർക്കാതെ അത് മുഴുവൻ കുടിച്ചു തീർത്തു. ഈ അച്ഛൻ എന്നെ ഒരു ഗുണ്ടുമണിയാക്കും, അവൾ പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട്
ചുണ്ട് തുടയ്ക്കാൻ കൈ ഉയർത്തിയപ്പോഴേക്കും യമുന കയ്യിലുള്ള ടർക്കി കൊണ്ട് അവളുടെ ചുണ്ട് തുടച്ചിരുന്നു. എന്നിട്ട് മൂർത്തിയോട് പറഞ്ഞു, ഇനി അവൾ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ. എത്ര നേരമായി ഈ ഫയലിൻ്റെ മുന്നിലിരിക്കുന്നു. ഓക്കെ, മൂർത്തി സമ്മതിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് അവളെയും കൊണ്ട് വീടിൻ്റെ പിറകിലേക്ക് നടന്നു. അവിടെ 2 കൂടുവണ്ടി ഉണ്ടായിരുന്നു. ഒന്നിൽ നിന്ന് ചാണകപ്പൊടിയും മറ്റേതിൽ നിന്ന് ജൈവവളവും ഇറക്കുന്നുണ്ടായിരുന്നു. 2 പണിക്കാർ ഒരു ചെറിയ താർപ്പായിൽ വെച്ചു ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും ജൈവവളവും മിക്സാക്കി ഗ്രോ ബാഗിൽ നിറയ്ക്കുന്നുണ്ടായിരുന്നു. ഒരു 10-50ഓളം ഗ്രോ ബാഗ് നിറച്ച് വെച്ചിരുന്നു. വേറെ ഒരു ഭാഗത്ത് പലതരം പച്ചക്കറികളുടെ തൈകൾ ഇറക്കി വച്ചിരുന്നു. ആ തൈകളുടെ കൂട്ടത്തിൽ കറിവേപ്പും സപ്പോട്ടയും സീതപ്പഴവും ആര്യവേപ്പും ചാമ്പക്കയും ചെറുനാരകവും അവൾ തിരിച്ചറിഞ്ഞു. ഇതെല്ലാം കണ്ടു പാറു ആശ്ചര്യത്തോടെ 2 കൈകൊണ്ടും വായപൊത്തി കണ്ണും മിഴിച്ചുകൊണ്ട് നോക്കി നിന്നു. നമുക്കിനി കുറച്ചു നേരം പച്ചക്കറി നടാം. അതു കഴിഞ്ഞ് ഫയൽ നോക്കാനിരിക്കാം. അല്ലെങ്കിൽ നിനക്ക് തുടക്കം തന്നെ മടുപ്പാകും, മൂർത്തി പറഞ്ഞു. അവൾ സന്തോഷത്തോടെ മൂളിക്കൊണ്ട് തൈകളുടെ അടുത്തേക്ക് നടന്നു. പിന്നാലെ മൂർത്തിയും യമുനയും. മൂർത്തി പണിക്കാരെ വിട്ട് വാങ്ങിപ്പിച്ച ഹോസ് ഉപയോഗിച്ച് പാറു ആദ്യം തൈകളെല്ലാം ഒന്ന് നനച്ചു കൊടുത്തു. പിന്നെ ട്രേയിൽ നിന്ന് വേര് പൊട്ടിപ്പോകാതെ ഇളക്കിയെടുത്ത് ഗ്രോ ബാഗിലെ മണ്ണിലേക്ക് ഇറക്കി വച്ചു. അവൾ ചെയ്യുന്നത് പോലെ മൂർത്തിയും യമുനയും ചെയ്തു. അതു കണ്ട് പണിക്കാർ അന്തം വിട്ടു നിന്നു. ലോകം അറിയുന്ന വലിയൊരു ബിസിനസ്മാൻ ആണ് സാധാരണക്കാരെ പോലെ പണിയെടുക്കുന്നത്, അതും കൃഷിപ്പണി മണ്ണിൽ. അതു കണ്ട് മൂർത്തി ചിരിയോടെ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നത്? അതെ, ഓഫീസിൽ നിന്ന് ഓഫീസിലേക്ക്. കാറ്, വീട്, വേറെ പണിയൊന്നും ഇല്ലല്ലോ. ശരീരം ഇളകാത്തത് കൊണ്ട് കുടവയറുമുണ്ട്. പല സൂക്കേടുകളുടെയും ആരംഭമാണ് കുടവയർ. എൻ്റെ മോള് വന്നതുകൊണ്ട് ഇനി ഞാൻ കുടവയറൊക്കെ കുറച്ച് 6 പാക്ക് ഉണ്ടാക്കും, അല്ലേ പാറുമോളെ? മൂർത്തി ചിരിയോടെ ചോദിച്ചു. അച്ഛനെ മാത്രമല്ല അമ്മയെയും ഞാൻ സ്ലിം ബ്യൂട്ടി ആക്കും, അവൾ അഭിമാനത്തോടെ പറഞ്ഞു. ഞാൻ റെഡി, യമുന പറഞ്ഞു. അതുമാത്രം വേണ്ട മോളെ, എൻ്റെ സമാധാനം പോകും. ഇവളുടെ ഒടുക്കത്തെ ഗ്ലാമർ കാരണം ഇവളെയും കൊണ്ട് പുറത്തിറങ്ങിയാൽ എല്ലാ ആണുങ്ങളുടെയും കണ്ണ് ഇവളുടെ മുഖത്താ. എന്നെ ഒരു പെണ്ണു നോക്കൂലെടീ. ഇനി ഞാൻ മോളുടെ കൂടെ കൃഷി തുടങ്ങി ശരീരത്തിലെ കൊഴുപ്പൊക്കെ കുറച്ച് 6 പാക്ക് എടുത്തു മുടിയും ഒന്ന് കറുപ്പിച്ച് പുറത്തിറങ്ങി നോക്കട്ടെ. എത്ര പെൺപിള്ളേർ എന്നെ നോക്കുമെന്ന് എനിക്കറിയണം, മൂർത്തി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്നത് എനിക്കൊന്ന് കാണണം. 24 മണിക്കൂറും കൃഷിയുമായി ഇവിടെ കൂടേണ്ടി വരും, യമുന ഇടുപ്പിൽ 2 കൈകളും കുത്തിക്കൊണ്ട് പറഞ്ഞു. മൂർത്തി ചിരിച്ചുപോയി. ഇതാ മോളെ പറയുന്നത്, നമ്മുടെ പ്ലാൻ ഒന്നും ആരോടും മുൻകൂട്ടി പറയരുതെന്ന്. ഇപ്പോൾ മനസ്സിലായോ? മൂർത്തി പാറുവിൻ്റെ നേരെ ഒരു കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. പാറുവിന് ചിരി നിർത്താൻ കഴിയുന്നില്ലായിരുന്നു. 4-5 മണിക്കൂർ കൊണ്ട് തമാശയും പാരവെപ്പുമായി ഗ്രോ ബാഗിൽ തൈകൾ മുഴുവൻ അവർ നട്ടു. പാറു ഹോസ് ഉപയോഗിച്ച് വെള്ളവും തളിച്ചു കൊടുത്തു. അത് മുഴുവൻ അവർ സെറ്റ് ചെയ്തു വെച്ചു. പഴങ്ങളുടെ തൈകൾ കുഴിച്ചിടാൻ പണിക്കാർ കുഴികൾ എടുത്തു വച്ചിരുന്നു. അതിൽ പാറുവിനെ കൊണ്ട് മൂർത്തി തൈകൾ വെപ്പിച്ചു. മണ്ണിട്ടു, വെള്ളവും നനച്ചു. ഇനിയുമുണ്ട് ഗ്രോ ബാഗ് നിറയ്ക്കാൻ. അതിനു നാളെയും പണിക്കാർ ഉണ്ടാകുമെന്ന് യമുന പറഞ്ഞു. കുറച്ച് വാഴക്കന്നുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് നാളെ എത്തും. നഴ്സറിയിൽ നിന്ന് ചെടികളും ഓർഡർ ചെയ്തിട്ടുണ്ട്, അതും നാളെ എത്തും. കുറച്ച് ഹാങ്ങിങ് ചെടികളും വേണം, അവൾ പറഞ്ഞു. എല്ലാം വാങ്ങിത്തരാം, മൂർത്തി ഉറപ്പ് കൊടുത്തു. വൈകുന്നേരം മൂർത്തി ആദിയെ വിളിച്ചു കല്യാണത്തിനുള്ള ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു. ഇന്ന് 7 മണിക്ക് പ്രസ്സുകാർ മോഡലുമായി വരുന്നുണ്ട്. ആ സമയം നീയും ഇവിടെ ഉണ്ടാവണം. ആദിക്ക് സന്തോഷമായി. അവൻ പാറുവിനെ കാണാഞ്ഞു ആകെ വീർപ്പ് മുട്ടിയിരിക്കുകയായിരുന്നു. ആദി അപ്പോൾ തന്നെ കുളിച്ചു മാറ്റി വെൽ ഡ്രസ്സിൽ മൂർത്തിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. ആകാശിനെ സൈറ്റിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അവൻ എത്താനാകുന്നതേ ഉള്ളൂ. ആദി ആകാശിന് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിട്ടു, കാരണം പറഞ്ഞുകൊണ്ട്. ആദി എത്തി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആകാശം എത്തി. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ആദി ചോദിച്ചു. അത് ശരി, എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ ഇൻവിറ്റേഷൻ കാർഡ് സെലക്ട് ചെയ്യാൻ എനിക്ക് വന്നൂടെ? ഒരു ആങ്ങളുടെ കടമയാ അത്, ആകാശ് വലിയ സംഭവം പോലെ പറഞ്ഞു. ആണോ?
എന്നാൽ ബില്ലും നീ സെറ്റിൽ ചെയ്യാലോ. ആങ്ങളയുടെ ആ കടമ കൂടി ചെയ്യ്, ആദി പറഞ്ഞു. ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മൂത്തവർ ഇരിക്കുമ്പോൾ ഇളയവർക്ക് എന്താ കാര്യം? അവൾക്ക് അച്ഛനുണ്ടല്ലോ അല്ലാങ്കിളെ. മൂർത്തി ചിരിച്ചുപോയി. വളരെ ഭംഗിയേറിയ തിളക്കമുള്ള ഗോൾഡൻ കളറും മെറൂണും മിക്സ് ചെയ്ത ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത ഏറ്റവും വില കൂടിയ ഒരു ഇൻവിറ്റേഷൻ കാർഡാണ് മൂർത്തി സെലക്ട് ചെയ്തത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ആകെ 10,000 കാർഡാണ് പ്രിൻ്റ് എടുക്കാൻ പറഞ്ഞത്. പ്രസ്തുക്കാർ സമ്മതിച്ചു. അഡ്വാൻസും വാങ്ങിപ്പോയി. ഒരാഴ്ചയ്ക്കുള്ളിൽ എത്തിക്കാൻ മൂർത്തി പറഞ്ഞിരുന്നു. ആദിയും ആകാശും പോകാൻ എഴുന്നേറ്റു. മൂർത്തി ഫുഡ് കഴിക്കാതെ അവരെ വിട്ടില്ല. വലിയ ഡൈനിങ് ടേബിളിൽ മൂർത്തിയും യമുനയും പാറുവും ആദിയും ആകാശും ഒന്നിച്ചിരുന്നു ഫുഡ് കഴിച്ചു. പിറ്റേന്ന് രാവിലെ പാറു ഓഫീസിൽ പോകാൻ റെഡിയായി ഇറങ്ങി. ഡാർക്ക് ബ്ലൂ ലേഡീസ് സ്യൂട്ടാണ് അവൾ ധരിച്ചത്. അത് യമുനയുടെ സെലക്ഷനാണ്. ബ്ലാക്ക് ലേഡീസ് ഷൂവും. വലതു കൈയിൽ ലാപ്ടോപ്പും ഇടതു കൈയിൽ വില കൂടിയ വാച്ചും വില കൂടിയ ഫോണും പിടിച്ച് തലയുയർത്തി പിടിച്ചു സ്റ്റൈലായി അവൾ നടന്നു വന്നു. യമുന പിടിച്ചിരുത്തി ചായയും കുടിപ്പിച്ചു. ആദിയും ഉണ്ടായിരുന്നു അവിടെ. ചായ കുടിച്ചു കഴിഞ്ഞ് അവൾ ആദിക്കൊപ്പം പുറത്തിറങ്ങി. പിന്നാലെ മൂർത്തിയും യമുനയും. ബോഡിഗാർഡ്സ് അലർട്ടായിരുന്നു. ആദി പാറുവിൻ്റെ കാറിലാണ് പോകുന്നത്. അവൻ്റെ കാർ ലോക്ക് ചെയ്തു കീ മൂർത്തിയെ ഏൽപ്പിച്ചു. മൂർത്തിയോടും യമുനയോടും യാത്ര പറഞ്ഞു അവൾ തിരിഞ്ഞു. ലേഡി ഗാർഡ് BMW-ൻ്റെ ബാക്ക് ഡോർ തുറന്നു കൊടുത്തു. ആദ്യം അവൾ കയറി. പിന്നാലെ ആദിയും. ഗാർഡ് ഡോറടച്ചു. പിന്നെ മുന്നിൽ കയറി. മറ്റു ഗാർഡുകളും അവരുടെ കാറിൽ കയറി. വാഹനവ്യൂഹം മലപ്പുറം ബ്രാഞ്ച് ഓഫീസ് ലക്ഷ്യമാക്കി നീങ്ങി. രാവിലെ 8 മണിയോടെ രവി ഓഫീസിൽ പോകാൻ റെഡിയായി ഇറങ്ങി. തൻ്റെ കാറിൽ കയറിയ രവിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഓഫീസ് പരിചയപ്പെടാനും ഫയലും മറ്റും നോക്കാനും പുതിയ CEO എത്തുമെന്ന് രവിക്ക് അറിവ് കിട്ടിയിരുന്നു. പുതിയ CEO എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മൂർത്തിയുടെ ആൺമക്കളാകാം, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും ആകാം. വരുന്നത് ആരാണെന്ന് രവിക്ക് അറിയില്ല. താൻ ഓഫീസിൽ നിന്ന് അടിച്ചു മാറ്റിയ 20 ലക്ഷം രൂപ അവർ കണ്ടുപിടിക്കില്ല. അത്ര വിദഗ്ധമായാണ് താൻ കള്ളക്കണക്ക് എഴുതി ചേർത്തത്. അതിൽ രവിക്ക് നല്ല ആത്മവിശ്വാസമുണ്ടായിരുന്നു. പുതിയ CEOയെ വരവേൽക്കാനും സോപ്പിട്ട് പറ്റിക്കൂടി തൻ്റെ കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനും രവി സന്തോഷത്തോടെ ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. പോകുന്ന വഴി പൂക്കടയിൽ നിന്ന് ഒരു ബൊക്കെയും വാങ്ങി പുതിയ CEOയെ സ്വാഗതം ചെയ്യാൻ